Okay, students, we will continue with the lesson. First suggestion: be a full person. Motherhood is a glorious gift, but do not define yourself solely by motherhood. Be a full person. ഫുൾ പേഴ്സൺ എന്ന് വെച്ചാൽ സമ്പൂർണ്ണ വ്യക്തിയാവുക. അപ്പം ആദ്യത്തെ നിർദ്ദേശമാണ് അമ്മമാർക്കുള്ള ഒരു താക്കീത് പോലെ. അമ്മമാർ ഒരിക്കലും മാതൃത്വമാണ് എല്ലാത്തിനും ഉപരി എന്ന ചിന്തയിൽ നിന്നും വിമുക്തരാവണം. യുവർ ചൈൽഡ് വിൽ ബെനിഫിറ്റ് ഫ്രം ദാറ്റ്. ബി എ ഫുൾ പേഴ്സൺ. മദർഹുഡ് ഈസ് എ ഗ്ലോറിയസ് ഗിഫ്റ്റ്. അതൊരു നല്ലൊരു വരദാനമാണ്. ബട്ട് ഡു നോട്ട് ഡിഫൈൻ യുവേഴ്സെൽഫ് സോൾലി ബൈ മദർഹുഡ്. മാതൃത്വമാണ് എല്ലാം എന്ന് മാത്രം, എല്ലാത്തിനും ഉപരി മാതൃത്വമാണ്, ഞാൻ അമ്മയാണ്, അത് മാത്രമല്ല. യുവർ ചൈൽഡ് വിൽ ബെനിഫിറ്റ് ഫ്രം ദാറ്റ്. ദ പയനിയറിംഗ് അമേരിക്കൻ ജേർണലിസ്റ്റ് മാർലിനെ സാൻഡേഴ്സ്, ഹു വാസ് ദ ഫസ്റ്റ് വുമൺ ടു റിപ്പോർട്ട് ഫ്രം വിയറ്റ്നാം ഡ്യൂറിംഗ് ദ വാർ and who was the mother of a son, once gave this piece of advice to a younger journalist: never apologize for working. You love what you do, and loving what you do is a great gift you give your child. നമ്മൾക്ക് എന്താണ് താല്പര്യം അത് നമ്മൾ ചെയ്യുക. അതാണ് നമ്മൾ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയ, കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ, അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഗിഫ്റ്റ്. മാതൃത്വം വളരെ മനോഹരമാണ് ഒന്നാണ്, അത് സംശയമില്ല. പക്ഷേ ഒരു ഫെമിനിസ്റ്റ് സ്ത്രീക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒന്നാണ് മാതൃത്വം. പക്ഷേ പല സ്ത്രീകളും മാതൃത്വം എന്ന് കേൾക്കുമ്പോൾ തന്നെ മറ്റെല്ലാ കാര്യങ്ങളും മറന്നു പോകുന്നു. അത് അമ്മമാർക്ക് അവരുടെ പുത്രികൾക്കും ഒരേപോലെ ഹാനികരമാണ്. അമ്മയാവുക അല്ലെങ്കിൽ മക്കളും അവളെ വളർത്തുക, അത് മാത്രമായിട്ടൊരു ജോലി അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. നമ്മൾക്കിഷ്ടമുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് അതുകൂടെ അതിൻ്റെ കൂടെ ചെയ്യുക. അതാണ് നെവർ അപ്പോളജൈസ് ഫോർ വർക്കിംഗ്. യു ലവ് വാട്ട് യു ഡു, ആൻഡ് ലവിങ് വാട്ട് യു ഡു ഈസ് എ ഗ്രേറ്റ് ഗിഫ്റ്റ് ടു ഗിവ് യുവർ ചൈൽഡ്. അതാണ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ്. ഐ ഫൈൻഡ് ദിസ് ടു ബി സോ വൈസ് ആൻഡ് മൂവിങ്. You don't even have to love your job. You can merely love what your job does for you, the confidence and self-fulfillment that come with doing and earning. ഒന്ന് നമ്മൾക്ക് ഒരു എന്തുകൊണ്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത്, ആ ജോലി നമ്മൾക്ക് തരുന്ന സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ നമുക്ക് സംതൃപ്തി തരുന്നു. അപ്പം അമ്മമാർക്ക് സാധാരണ ഹാനികരമായ കാരണം അമ്മമാർ അവരുടെ ആവശ്യങ്ങളെല്ലാം ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെക്കുന്നു. അത് പെൺകുട്ടികളെ അങ്ങനെ ശീലിപ്പിക്കരുത്. അത് പെൺകുട്ടികൾക്കും അത് ഹാനികരമാണ്. അപ്പോൾ അമ്മമാർ അത് തെറ്റായ ഒരു സന്ദേശമാണ് കൊടുക്കുന്നത് പുത്രികൾക്ക്. കാരണം സ്ത്രീകളായാലും വീട്ടിലെ ജോലി മാത്രം ചെയ്യുക, കുട്ടികളെ നോക്കിയിരിക്കുക, അത് മാത്രമാണ് അമ്മമാർ മക്കളെ പറഞ്ഞു കൊടുക്കുന്നത്. അത് ശരിയായിട്ടുള്ളൊരു സന്ദേശം അല്ല എന്നാണ് അടിച്ചേയി പറയുന്നത്. കുട്ടികൾ പഠിക്കുന്നതിനുള്ള ഏറ്റവും നല്ല രീതി അത് ഉദാഹരണങ്ങൾ കൂടിയാണ്. മാതൃകയാകുക. തൻ്റെ കുട്ടികൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരമ്മയുടെ മകൾ സ്ത്രീത്വത്തെ കാണുന്നത് മാതൃത്വമായി മാത്രമായിരിക്കും. മിക്കവാറും കുട്ടികൾ എപ്പോഴും കണ്ടുപിടിക്കുന്നത് അച്ഛനെയും അമ്മയെയാണ്. അപ്പം നീ നിൻ്റെ കുട്ടിക്ക് ഒരു സന്ദേശം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുട്ടികളിൽ നിന്ന് സ്വന്തമായൊരു ജീവിതം നിനക്കുണ്ടാക്കാൻ നീ ശ്രമിക്കണം. കുട്ടികളെ വളർത്തുന്ന മാത്രമല്ല, നിനക്ക് ജീവിതത്തിൽ മറ്റ് താല്പര്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ട് എന്ന് നിൻ്റെ പുത്രിയെ കാണിച്ചു കൊടുക്കണം. അപ്പം ഇങ്ങനെയാണ് ഫ്രണ്ടിന് വന്ന കത്തിൽ മറുപടി കൊടുക്കുന്നത്. എങ്ങനെയാണ് ഒരു ഫെമിനിസ്റ്റായിട്ട് എൻ്റെ മോളെ വളർത്തേണ്ടത് എന്നുള്ള ചോദ്യത്തിന്. ഐ ഫൈൻഡ് ദിസ് ടു ബി സോ വൈസ് ആൻഡ് മൂവിങ്. യു ഡോണ്ട് ഈവൻ ഹാവ് ടു ലവ് യുവർ ജോബ്. യു ക്യാൻ മിയർലി ലവ് വാട്ട് യുവർ ജോബ് ഡസ് ഫോർ യു, the confidence and self-fulfillment that come with doing and earning. It doesn't surprise me that your sister-in-law says you should be a traditional mother and stay home, that Judy can afford not to have a double income family. People will selectively use tradition to justify anything. എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഇതാണ് ഞങ്ങളുടെ ട്രഡീഷൻ, ഇതാണ് ഞങ്ങളുടെ കൾച്ചർ, ഞങ്ങളുടെ പാരമ്പര്യം ഇങ്ങനെയാണ്. Tell her that a double income family is actually the true Igbo tradition, because not only did mothers farm and trade before British colonialism,
Trading was exclusively done by women in some parts of ഇഗ്ബോലാൻഡ്. ഈ ബ്രിട്ടീഷുകാരുടെ കൊളോണിയലിസത്തിന് മുമ്പായിട്ട് സ്ത്രീകളും ഓരോ ബിസിനസ് ചെയ്തിരുന്നു. അവർ വീട്ടിൽ ഒതുങ്ങിയിരുന്നവരല്ലായിരുന്നു. ഷീ വുഡ് നോ ദിസ് ഇഫ് റീഡിംഗ് ബുക്സ് വെയർ നോട്ട് സച്ച് ആൻ അലിയൻ എൻ്റർപ്രൈസ് ടു ഹർ. ഓക്കെ, ദാറ്റ് സ്നാർക്ക് വാസ് ടു ചീർ യു അപ്പ്. ഐ നോ യു ആർ അനോയ്ഡ് ആൻഡ് യു ഷുഡ് ബി, but it is really best to ignore her. Everybody will have an opinion about what you should do, but what matters is what you want for yourself. അപ്പോൾ നിൻ്റെ സിസ്റ്ററിലൊക്കെ പറഞ്ഞ പോലെ നീ എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഇരിക്കുക, കുട്ടീനെ നോക്കിയിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിനക്കിഷ്ടമുള്ള എന്ത് ജോലിയാണോ അത് ചെയ്യുക. അതിൽ നിന്ന് നിനക്ക് കിട്ടുന്ന ഇൻകം, ഏണിങ് ഉണ്ടാവും, അതിൽ നിന്ന് പൈസ കിട്ടും. അപ്പം അതുകൊണ്ട് വീട് നല്ല സന്തോഷമായിട്ട് പോകും. മക്കളെ മാത്രം തന്നെ നോക്കിയിരിക്കുക എന്നല്ല, മക്കൾക്ക് ഒരു മാതൃകയായിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി നമുക്ക് സന്തോഷം തരുന്നതും നമുക്ക് സമ്പാദിക്കാനും പറ്റിയ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. അവർ മദേഴ്സ് വർക്ക് ഫുൾ ടൈം വൈൽ വി വെയർ ഗ്രോയിങ് അപ്പ് ആൻഡ് വി ടേൺഡ് ഔട്ട് വെൽ. അറ്റ് ലീസ്റ്റ് യു ഡിഡ്. ദ ജൂറി ഈസ് സ്റ്റിൽ ഔട്ട് ഓൺ മീ. നമ്മുടെ അമ്മമാരും അങ്ങനെയായിരുന്നു. നമ്മളൊക്കെ ചെറുതായിരുന്നപ്പം അവരും ജോലിക്ക് പോയിരുന്നു. അവരെ കണ്ടാണ് നമ്മൾ വളർന്നത്. ഇൻ ദീസ് കമ്മിങ് വീക്സ് ഓഫ് ഏർലി മദർഹുഡ് ബി കൈൻഡ് ടു യുവർ സെൽഫ്. സ്വന്തം അവരോട് തന്നെ നമ്മൾ കുറച്ച് ദയ കാണിക്കുക. ആസ്ക് ഫോർ ഹെൽപ്പ്, എക്സ്പെക്ട് ടു ബി ഹെൽപ്ഡ്. ദർ ഈസ് നോ സച്ച് തിങ് ആസ് എ സൂപ്പർ വുമൺ. പേരൻറ്റിങ് ഈസ് അബൌട്ട് പ്രാക്ടീസ് ആൻഡ് ലവ്. I do wish though that parent had not been turned into a verb, which I think is the root of the global middle class phenomenon of parenting as one endless anxious journey of guilt. Give yourself room to fail. A new mother does not necessarily know how to calm a crying baby. Don't assume that you should know everything. Read books, look things up on the internet, ask older parents, or just use trial and error. But above all, let your focus be on remaining a full person. നമുക്ക് പേരൻറ്റിങ് ആവശ്യമാണ്. കരയുന്ന കുട്ടിയെ ആശ്വസിപ്പിക്കുക, കുട്ടിയെ നോക്കുക ഒക്കെ ചെയ്യണം. പക്ഷെ അതിനോടൊപ്പം തന്നെ ബുക്കുകൾ വായിക്കുക, ഇൻ്റർനെറ്റിലെ ഓരോ കാര്യങ്ങൾ നോക്കുക, പിന്നെ പ്രായമുള്ള പേരൻസിനോട് കാര്യങ്ങൾ ചോദിക്കുക, നമ്മളോട് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ കറക്ഷൻ ചെയ്യുക. അതിനൊക്കെ ഉപരിയായിട്ട് നമ്മളൊരു ഫുൾ പേഴ്സണായിട്ട് ഇരിക്കുക. ടേക്ക് ടൈം ഫോർ യുവർ സെൽഫ്. നമ്മൾക്ക് നമ്മളുടേതായ സമയം കണ്ടെത്തുക. നർച്ചർ യുവർ ഓൺ നീഡ്സ്. നമ്മുടെ ആവശ്യങ്ങളെയും സംരക്ഷിക്കുക. പ്ലീസ് ഡു നോട്ട് തിങ്ക് ഓഫ് ഇറ്റ് ആസ് ഡൂയിങ് ഇറ്റ് ഓൾ. അവർ കൾച്ചർ സെലിബ്രേറ്റ്സ് ദ ഐഡിയ ഓഫ് വിമൻ വി ആർ ഏബിൾ ഡു ഇറ്റ് ഓൾ, but does not question the premise of that praise. I have no interest in the debate about women doing it all, because it's a debate that assumes that caregiving and domestic work are singularly female domains, an idea that I strongly reject. Domestic work and caregiving should be gender neutral, and we should be asking not whether a woman can do it all, but how best to support parents in their dual duties at work and at home. എല്ലാ ജോലികളും സ്ത്രീകൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുള്ളതാണോ, അതെയോ സ്ത്രീകളും പുരുഷന്മാരും, ഇപ്പം അച്ഛനും അമ്മയും രണ്ടുപേരും ജോലി ചെയ്താൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആവില്ലേ? അങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ പലരും സ്ത്രീകൾ ഒരു പ്രത്യേക വിധത്തിൽ പെരുമാറണം എന്ന് കാണിക്കാനായിട്ട് എന്ത് ചെയ്യും? പാരമ്പര്യത്തെ കൂട്ടുപിടിക്കും. ഇതാണ് നമ്മളുടെ ട്രഡീഷൻ. ശരിക്കും പറഞ്ഞാൽ പാരമ്പര്യങ്ങൾ നമ്മൾ എന്താണ് പറയുന്നത്? നമ്മൾ പാരമ്പര്യത്തിനെ മാത്രമാണോ ആശ്രയിക്കേണ്ടത്? പലതും നമുക്ക് പുതിയതായി കണ്ടുപിടിക്കാനുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് വീട്ടിൽ നിന്ന് കുട്ടികളെ നോക്കാൻ വേണ്ടി മാത്രം സ്ത്രീകളെ നിർബന്ധിക്കുന്ന ഒരു പാരമ്പര്യം ബ്രിട്ടീഷ് അധികാരികൾ അവരുടെ തലയിൽ കെട്ടിവെച്ചതാണ്. ബ്രിട്ടീഷുകാർ നൈജീരിയയിൽ വരുന്നതിന് മുമ്പ് ഇബോ സ്ത്രീകൾ പല വിധത്തിലുള്ള എക്കണോമിക് പ്രവർത്തനങ്ങളിൽ ഭാഗമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നൈജീരിയയുടെ പല ഭാഗത്തിലും കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന സ്ത്രീകളായിരുന്നു. അപ്പം നമ്മളിപ്പം സ്ത്രീകൾ വീട്ടിൽ കുട്ടികളെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുക, അവരുടെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക, ഭക്ഷണം ഉണ്ടാക്കുക, വീട് നോക്കുക, അത് മാത്രമായിട്ടല്ല ഒതുങ്ങേണ്ടത്. പണ്ട് കാലത്ത് സ്ത്രീകൾ ഓരോ ബിസിനസ്സിൽ വാണിജ്യത്തിൽ ഇടപെട്ടിരുന്നു ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ്. പരാജയങ്ങളെ നമ്മൾ ഭയപ്പെടരുത്.
നിനക്ക് എല്ലാം അറിഞ്ഞെന്ന് വരില്ല, പുസ്തകങ്ങൾ വായിക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് അറിഞ്ഞെന്ന് വരില്ല. അപ്പോൾ എവിടെ നിന്നാണ് നമുക്ക് അറിവ് കിട്ടുക? പുസ്തകങ്ങളിൽ നിന്ന്. ഇൻ്റർനെറ്റിൽ നോക്കിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഡോണ്ട് ബി അഫ്രൈഡ് ഓഫ് ഫെയിലുവേഴ്സ്. പരാജയങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷേ അതിന് പേടിക്കണ്ട. യു മേ നോട്ട് നോ എവരിതിങ്. നമ്മൾക്ക് എല്ലാ കാര്യവും അറിഞ്ഞെന്ന് പറഞ്ഞില്ല. അപ്പോൾ എന്ത് ചെയ്യണ്ടേ? റീഡ് ബുക്സ്, ലുക്ക് അപ്പ് തിങ്സ് ഇൻ ദ ഇൻ്റർനെറ്റ്, ആസ്ക് ഓൾഡർ പേരൻസ്, പ്രായമുള്ളവരോട് ചോദിക്കുക, ലേൺ ബൈ ട്രയൽ ആൻഡ് എറർ, ടേക്ക് ടൈം യുവർ സെൽഫ്. സ്വന്തമായിട്ട് കുറച്ച് സമയം ചിലവാക്കുക. അപ്പോൾ നർച്ചർ യുവർ ഓൺ നീഡ്സ്. നിൻ്റേതായ ആവശ്യങ്ങളിൽ നീ ശ്രദ്ധിക്കുക. ഡോണ്ട് ട്രൈ ടു ഡു എവരിതിങ്. ഡൊമസ്റ്റിക് വർക്ക് ആൻഡ് കെയർ ഗിവിങ് ഷുഡ് ബി ജെൻഡർ ന്യൂട്രൽ. ഇവിടെ ലിംഗവ്യത്യാസമില്ലാതെ, എന്ന് വെച്ചാൽ സ്ത്രീകളും പുരുഷന്മാർക്കും രണ്ടുപേർക്കും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ സ്ത്രീകൾ മാത്രം ചെയ്യണമെന്ന് വിചാരിക്കാനിരിക്കണ്ട. അപ്പം മോള് എങ്ങനെയൊക്കെ ഒരു ഫെമിനിസ്റ്റായിട്ട് വളർത്തുന്നുള്ള ഒരു ഉപദേശം കൊടുക്കുവാണ് ഇവിടെ. ആര്? അടിച്ചേയി ആർക്കാണ്? അവരുടെ ഫ്രണ്ടിന് ഒരു കത്ത് അയക്കുകയാണ്. ആ കത്താണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ചീമമണ്ട അടിച്ചേയി എൻഗോസി നൈജീരിയയിലാണ് ജനിച്ചു വളർന്നത്. പിന്നെ അമേരിക്കയിൽ പോയിട്ട് പൊളിറ്റിക്കൽ സയൻസൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ലെസണിൽ പഠിക്കുന്നത് സുഹൃത്തിനയക്കുന്ന ഒരു കത്താണ്. കത്തിൽ ചെറിയൊരു മോളുണ്ടായിട്ടുണ്ട് സുഹൃത്തിന്. ആ കുട്ടിയെ എങ്ങനെയാണ് ഒരു ഫെമിനിസ്റ്റായിട്ട് വളർത്തേണ്ടത് എന്നുള്ള ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. ഇനി നമ്മൾ ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.